വേലയും കൂലിയും ഇല്ലാത്ത തെണ്ടിത്തിരി നടക്കുന്ന തൊരപ്പൻ ചെക്കനായിരുന്നു രാജപ്പൻ. തന്തയും തള്ളയും ഇല്ലാത്ത ചെക്കനെ അവന്റെ മുത്തശ്ശി താഴെ വെച്ചാൽ ഉറുമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ കൊതുകടിക്കും എന്നതുകൊണ്ട് കൊതുകുവലയിട്ടാണ് ചെക്കനെ വളർത്തിയത്. ചെക്കൻ വലുതായപ്പോൾ മുത്തശ്ശി കിളവിക്ക് ഒന്നും ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ളത് രാജപ്പന്റെ പേരും പിന്നെ അവന്റെ അപ്പാപ്പന്റെ പേരുമാണ്. രാജപ്പന് ചൊക്ലി പെണ്ണും ഉണ്ടായിരുന്നു. അവന്റെ കൂടെ വാലും തൂങ്ങി നടക്കലാണ് പെണ്ണിന്റെ മെയിൻ പണി. അങ്ങനെ മുത്തശ്ശി തള്ള പറയുന്നത് തള്ള ഏതോ വലിയ രാജ്യത്തെ രാജ്ഞിയാണെന്നും ഭർത്താവ് കനകപ്പനെ കാണാതായുമെന്നാണ് തള്ള പറയുന്നത്. അരി ഏതാ പൊരി ഏതാ എന്നറിയാത്ത രാജപ്പൻ കേട്ട പാതി കേൾക്കാത്ത പാതി മുത്തശ്ശിയുടെ ഭർത്താവ് ചെക്കനെ തപ്പിയിറങ്ങുന്നു. അപ്പോഴാണ് ഏതോ വെടലൻ പറയുന്നത് കനകപ്പൻ അങ്ങ് പട്ടിക്കാട്ടിലുണ്ടെന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ രാജപ്പൻ ബസ് പോയ ബസ്സിയെ കാണുന്നു. ഓൾറെഡി ലൈനിലുള്ള രാജപ്പൻ ബസ്സിയുടെ ബസ്സിയാവൻ അവളുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നു. അവളാണെങ്കിലോ ഒരു കന്യാസ്ത്രീ ആയിരുന്നു. ബട്ട് ദേവസേനെ വിടാത്ത അണ്ണൻ കന്യാസ്ത്രീയെ വിടുമോ? ബൈ ദ ബൈ മിസ്റ്റർ രാജപ്പൻ, നമ്മൾ മുത്തശ്ശനെ തപ്പിയാണ് ഇറങ്ങിയത്. നിങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അങ്ങനെ കനകപ്പനെ കിട്ടാൻ വേണ്ടി രാജപ്പൻ നാട് മുഴുവൻ തെണ്ടി. അപ്പോഴാണ് അറിയുന്നത് ബസ്സിയുടെ പൈസ നമ്മുടെ രാജപ്പന്റെ അപ്പാപ്പൻ അടിച്ചു മാറ്റിയിരുന്നു. അതിന്റെ ഇടയിൽ ഐറ്റം ഡാൻസ് കളിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വണ്ടി കയറിയ മാളു ചേച്ചി ഒരു പെട്ടി പൈസയുമായി വരുന്നു. കനകപ്പന് കൊടുക്കാനുള്ള പൈസയാണത്രേ. ബട്ട് ഏതോ വെടലകൾ അത് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ രാജപ്പൻ എല്ലാത്തിനെയും അടിച്ചു തൂറ്റിക്കുന്നു. അത് കണ്ട നമ്മുടെ മാളുവിന് രാജപ്പനോട് ക്രഷ് അടിക്കുന്നു. ബട്ട് ഇതെല്ലാം മാളുവിന്റെയും അവളുടെ മുത്തച്ഛൻ തങ്കപ്പന്റെയും പ്ലാൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാജപ്പന്റെ കിളി പോയ മുത്തശ്ശിയോ ഏതേ വെടലകൾ തട്ടിക്കൊണ്ടുപോകുന്നു. അവന്മാരെ എല്ലാം രാജപ്പനും മാളവും കൂടി അടിച്ചു തൂറ്റിക്കുന്നു. ആ പെട്ടി തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇവളുടെ കാലും കൈയും എവിടെയായിരുന്നു? മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അപ്പൊ സാരി ആയിരുന്നു, ഇപ്പൊ ഷോർട്സ്. അങ്ങനെ ഒരു ദിവസം മീൻ വാങ്ങാൻ പോയ രാജപ്പൻ തങ്കപ്പനെ പിടികൂടുന്നു. അപ്പൊ മാളവും തങ്കപ്പനും കൂടെ അവന്റെ മുത്തച്ഛന്റെ കാമകഥകൾ പറയുന്നു. പട്ടിക്കാട് എന്ന ദേശത്തെ വലിയ കാട്ടിലെ വലിയ കോഴി തമ്പുരാട്ടിയായിരുന്നു നമ്മുടെ ദരിദ്രവാസി രാജപ്പന്റെ മുത്തശ്ശി. ഒരിക്കൽ അന്നദാനം നടത്തുമ്പോൾ ക്യൂവിൽ നിൽക്കാതെ ഇടയിൽ കയറി കനകപ്പൻ ആ പെണ്ണും പിള്ളയുടെ കയ്യിൽ കയറി പിടിച്ചു. അതോടെ തമ്പുരാട്ടിയുടെ ആൾക്കാർ ആ വെടലിനെ അടിച്ചു തൂറ്റിച്ചു. അതോടെ ഓറ പോയ കനകപ്പൻ മന്ത്രവാദിയുടെ അടുത്ത് പോയി അവന്റെ കൈ അൽഫാം ഉണ്ടാക്കാൻ കൊടുത്ത് അവന് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സൂപ്പർ പവർ കിട്ടുന്നു. അതോടെ അവൻ കൊട്ടാരത്തിൽ പോയി ആ പെണ്ണും പിള്ളയെ കല്യാണം കഴിച്ച് അവളുടെ സ്വർണം കൊണ്ട് മുങ്ങുന്നു. പോകുന്ന മുന്നേ കനകപ്പൻ ഒരു ട്രോഫിയും കൊടുത്താണ് പോയത്. ആ ട്രോഫിയാണ് രാജപ്പൻ. അങ്ങനെ കഥ കഴിഞ്ഞ് നേരെ എല്ലാം കൂടെ പട്ടിക്കാട്ടിലെ കൊട്ടാരത്തിലേക്ക്. ബൈ ദ ബൈ, ആ കനകപ്പൻ ഓൾറെഡി സെത്തിരുന്നു. അയാളുടെ പ്രേതമാണ് എല്ലാം ചെയ്യുന്നത്. കൊട്ടാരത്തിന്റെ അകത്ത് കയറിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് ബാക്കി പെണ്ണുങ്ങളും കൂടെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അങ്ങനെ 3 പെണ്ണും ഒരു ചെക്കനും പിന്നെ അവന്റെ കൂട്ടക്കാരും ആ കൊട്ടാരത്തിൽ ലോക്കാവുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് തൂമക്കണ്ണന്മാർ വന്ന് അടിപിടി ഉണ്ടാക്കുമ്പോൾ രാജപ്പന്റെ മേൽ അവന്റെ അപ്പാപ്പൻ കയറുന്നു. എന്നിട്ട് എല്ലാറ്റിനെയും തൂറ്റിക്കുന്നു. അതിന്റെ സന്തോഷത്തിൽ 3 പെണ്ണും ഒരു ചെക്കനും കൂടെ ഒരു ഐറ്റം ഡാൻസ്. ആ സെത്തുപോയ കനകപ്പന് വീണ്ടും ജനിക്കണം. അതിനുവേണ്ടി മുത്തശ്ശി സെത്തുപോകണമത്രേ. അതിനെ കൊല്ലാൻ നോക്കുന്നുവെങ്കിലും തൂറ്റിപ്പോയി. അതിന്റെ ഇടയിൽ ഒരു മുതലകളി. അവസാനം പടച്ചോനെ നിങ്ങള് കാത്തോളി എന്ന് പറഞ്ഞ് രാജപ്പൻ കനകപ്പനെ തൂറ്റി ജയിക്കുന്നു. ജോക്കർ രാജപ്പൻ റിട്ടേൺസ് ഇൻ ബാറ്റ്മാൻ 2.